ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചെന്തായാലും ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് നല്ല പനിയും ഒക്കെയാണ്. അതിനോട് ഇതൊന്നും വൃത്തിയാക്കാനും കാര്യമായിട്ട് എനിക്ക് എടുത്തേക്കാനൊന്നും പറ്റിയില്ലേനും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്ന് ബെഡ് വൃത്തിയാക്കി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക, ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ ബെഡിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ ജനലിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ആ പോളറോയിഡ്സിലൊക്കെ അത്യാവശ്യം പൊടിയും പടലങ്ങളൊക്കെ പിടിച്ചെടുക്കേണ്ടേനു. ഇനിയൊക്കെ വൃത്തിയാക്കണം. പിന്നെ പനിയായതിനു ശേഷം ഞാൻ ജനലൊന്നും തുറന്നുവിടില്ല. അപ്പം പിന്നെ ഞാൻ ഒന്ന് വിചാരിച്ചു എന്തായാലും ജനലൊക്കെ തുറന്നില്ല, കുറച്ച് ശുദ്ധവായെങ്കിലും ഇത് കയറട്ടെ. ഒപ്പം പൊടിയും കയറും, അത് വേറെ കാര്യം, എന്നാലും കുറച്ച് വായു അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ പിന്നെ ജനലൊക്കെ തുറന്നിട്ടോ. പിന്നെ ഇപ്പോഴുള്ള അവസ്ഥ എൻ്റെ ഈ ടേബിളിൻ്റെ അവസ്ഥ കേട്ടോ, ആകെ വൃത്തിയായി കിടക്കുന്നൊരു സ്ഥലം എൻ്റെ ഈ ടേബിളാണ്. കാരണം ഇപ്പം ഞാനങ്ങനെ പഠിക്കലും ഇല്ല, എഴുതലും ഇല്ല, ഒന്നിനായിട്ട് ഞാനങ്ങനെ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ട് പിന്നെയും കാണുന്നത് കേട്ടോ. അത്യാവശ്യം 1-2 പെന്നും പേപ്പറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അതിന് ശേഷമാണ് ഞാൻ പുതിയ സാധനം കാണിച്ചുതരാം. ഈ ഒരു ബോട്ടിൽ ഞാൻ കുറേ ആയിട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നതിന് കേട്ടോ. ലൈക്ക് എല്ലാവരെയും ഉണ്ട്, ഇന്ത്യയിൽ മാത്രമില്ല. ഇങ്ങനെ ഞാൻ വാങ്ങിയതാട്ടോ അത്. ലൈക്ക് ജ്യൂസ് കുടിക്കാനും പിന്നെ കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ. ഇങ്ങനത്തെ ആകുമ്പം പിന്നെ നമ്മൾ വെള്ളം കുടിച്ചോളുമല്ലോ, കാണുന്ന ആ ഒരു ഭംഗിയുണ്ട്. എന്തായാലും ഞാൻ വെള്ളം കുടിച്ചോളും. അങ്ങനെ ഞാൻ അതും വാങ്ങി വെച്ച്. പിന്നെ എനിക്കിന്ന് പുറത്ത് പോയിട്ട് കുറച്ച് 2-3 കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം ഞാൻ ചാക്കൊന്ന് റെഡിയാക്കാമെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നൊരു ഹാബിറ്റാണ് ഇങ്ങനെ ഒരു പ്ലാനറിൽ ചെയ്യാനുള്ള കാര്യങ്ങളും വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കൽ. അതാകുമ്പം ഇത് നോക്കുമ്പം അത് ചെയ്ത് തീർത്തില്ല തോന്നിയിട്ട് പെട്ടെന്ന് ചെയ്തോളും. അങ്ങനെ ഞാൻ ഇന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു കാര്യം. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ലൈക്ക് എൻ്റെ സെം എക്സാം വരുന്നുണ്ട്, അതിന് ഞാൻ ടോപ്പിക്സ് ഒന്നും കവർ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ നോട്ട്സ് പോലും ഞാൻ എഴുതി തീർത്തില്ല കേട്ടോ. അപ്പം നോട്ട്സൊക്കെ എഴുതി തീർക്കാനും ഉണ്ട്, പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട്. ഞാൻ കുറേ ലീവായതുകൊണ്ട് തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമൊക്കെ ഇപ്പം കോളേജിൽ വന്നിക്കുന്നത്. അപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ പോകണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പനി മാറിയിട്ടില്ല, അപ്പം ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ തന്നെ ഞാൻ എഴുതിയിട്ടിട്ടുള്ളൂ. അപ്പം ഇനി ഒക്കെ ചെയ്ത് തീർക്കണ്ടേ. പിന്നെ അത് എഴുതി വെച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനിയും ഞാൻ ലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുന്നു, പിന്നെ വൈകുന്നേരമാവും, ഞാൻ പിന്നെ പോകലും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി മാറ്റി ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി നിന്നിട്ടോ. ഞാനും ആൻറ്റിയും കൂടിയാട്ടോ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ നെറ്റ് കഫേയിലേക്കായിരുന്നു പോയത്. ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫോം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് പോയത് ഇവിടെ ഒരു ഹോമിയോ കോളേജ് ഉണ്ട്, അങ്ങോട്ടേക്ക് കേട്ടോ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നടന്നിട്ടുണ്ടേനു. എവിടെയാണ് ഡോക്ടേഴ്സ് എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഓരോട് പറഞ്ഞപ്പോൾ ഓരോ അവിടെ നിന്ന് തരുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ വന്ന്. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ളത്. അങ്ങനെ അത് ഒരു വന്ന് പിക്ക് ചെയ്തതിന് ശേഷം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ മുടി ഒന്ന് ജസ്റ്റ് അങ്ങനെ കെട്ടിയെന്നേ ഉള്ളൂ, എനിക്ക് മറ്റുമാതിരി കെട്ടിയിട്ട് ഭയങ്കര വേദന. അങ്ങനെ ഞങ്ങൾ ATM പോയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ പോയത്. ബ്ലഡ് ചെക്ക് ചെയ്യാനുണ്ട്, അതിനുള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പം പിന്നെ ഈ 2-3 ടെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 കയ്യിൽ നിന്നും എടുത്ത് ഒന്നൊന്ന് ഞരമ്പിട്ടതിൻ്റെ രണ്ടാമത്തെ കയ്യിൽ കുത്തി. അത് കുത്തിയപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ച് വലഞ്ഞ് കിടന്ന് കുറേ നേരം ഞാൻ ഇരുന്ന് തലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞു കേട്ടോ, വമ്പ പോയി എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ കുടിക്കെല്ലാം തലൊറ്റി വീഴുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു പൈനാപ്പിൾ ജ്യൂസിലൊതുക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ വരാട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.